എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് F&O, MCX, Forex, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സമയം 9:05 ആയിട്ടുണ്ട്. 22/7/2025 മോർണിംഗ് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് എൻ്റെ പ്ലാനാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ സിയിലേക്ക് കൊണ്ടുപോകാം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ മാർക്കറ്റ് 79, 78, 100 ലെവലിലേക്കൊക്കെയാണ് മാർക്കറ്റ് ഓൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്ലാനിങ് നേരത്തെ തുടങ്ങാം എന്ന് വിചാരിച്ചു. 25,160 എന്നുള്ള ഒരു ലെവലുണ്ട്. 25,160 അതിൻ്റെ മുകളിലോട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അത് 25,190 ഉണ്ട്. അപ്പോൾ ഏകദേശം കണക്ക് കൂട്ടുവാണെങ്കിൽ 100 പോയിന്റ് കൂട്ടാം. 25,139, 140 കൂട്ടാം, 25,240 കൂട്ടാം. അപ്പോൾ 25,240. അപ്പോൾ ഈ ഫ്യൂച്ചറിൽ ഇത്രയും വന്നു എന്ന് വിചാരിച്ചിട്ട് അത്രയൊന്നും മാർക്കറ്റ് ഓപ്പൺ ആവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ അതിൻ്റെ താഴേക്കാം വന്നിട്ട് ഓപ്പൺ ആയേക്കാം. അപ്പോൾ 25,161 ഇൻബിറ്റ്വീൻ സ്പേസിൽ ഓപ്പൺ ചെയ്താൽ, അല്ലെങ്കിൽ 25,190 മുകളിലോട്ടുള്ള ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് 25,225 ഭാഗത്തേക്കായിരിക്കും ഫസ്റ്റ് എൻ്റെ കോൺസെൻട്രേഷൻ. അതിൻ്റെ മുകളിൽ 25,235 ഉണ്ട്, 25,255 ഉണ്ട്. ഇതൊക്കെ ഒരു എന്താ പറയണ്ടത്, കൺസോൾട്ടേഷനായിട്ട് ഒരു കൂട്ടം കൺസോൾട്ടേഷൻ ഏരിയാസിൻ്റെ ഇടയിലേക്കാണ് മാർക്കറ്റ് ചെന്ന് പെട്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ഒരേ സ്ഥലത്തുണ്ടായിരുന്നു അതേ ലെവലിൽ തന്നെ നമ്മൾ വീണ്ടും ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ അവിടെ നിന്ന് ഹൈ വോളിയം മാർക്കറ്റ് ജനറേറ്റ് ചെയ്ത് പോയാൽ മാത്രമാണ് ഒരു പീക്ക് മൂവ്മെൻ്റ് ഒക്കെ മാർക്കറ്റിൽ കിട്ടത്തുള്ളൂ. എവിടെ 25,250 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളൊരു മൂവ് കിട്ടിയാൽ മാത്രമാണ് 25,300 കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതിനും മേളിലോട്ട് മാർക്കറ്റിലൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് 25,327 ഭാഗത്തേക്കാണ്. തൽക്കാലം അവിടം വരെ നിർത്താം. അതിന് മുകളിലോട്ടൊക്കെ ഹൈ വോളിയത്തിൽ മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് പിന്നെ 25,430, 465 ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് പോകത്തുള്ളൂ. അതൊക്കെ ആ സമയത്ത് അതിനെ പറ്റിയിട്ട് ആലോചിക്കാം, ലോക്ക് ചെയ്ത് ഹോൾഡ് ചെയ്യാമെന്നൊക്കെ ഉള്ളൂ. തൽക്കാലം കോൺസെൻട്രേഷൻ ചെയ്യുന്നത് 25,224, 82 പോയിന്റ്, 75 പോയിൻ്റാണ് മാർക്കറ്റിൽ ഓപ്പൺ ആയിരിക്കുന്നത്. 75 പോയിന്റ്. അപ്പോൾ 25,214 25,214 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 25,190 മുകളിലോട്ടാണ്. അപ്പോൾ 25,224, ഇപ്പോൾ പതുക്കെയാണ് ന്യൂട്രൽ ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ 25,224 കോൺസെൻട്രേഷൻ ചെയ്യാം. പിന്നെ 25,250 മുകളിൽ സ്റ്റേ ചെയ്താൽ മാത്രമാണ് 25,299, 25,326. അപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് കൺസോൾട്ടേഷൻ സോണിലായതുകൊണ്ട് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സ്, അതിന് പുറത്തൊരു 60% എങ്കിലും ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു മൂവ് കിട്ടിയാലേ ഒരു ഹൈ മൂവ്മെൻ്റ് ഒക്കെ നോക്കേണ്ടതായിട്ടുള്ളൂ. അല്ലെങ്കിൽ രാവിലെ തന്നെ ഡെയിലി തച്ചൊപ്പിച്ചിട്ട് മാറി ഇരിക്കേണ്ടി വരും. പിന്നെ എപ്പോഴാണ് ഡൗണിലേക്കെന്ന് വെച്ചാൽ 25,190 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഡൗണിലേക്ക് വന്നാൽ മാത്രമാണ് 25,160 അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്കോ
കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനിങ്. പിന്നെ അവിടെ നിന്ന് താഴത്തോട്ട് മാർക്കറ്റ് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ 25,120. പിന്നെയും താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് 3:30 ആകുമ്പോൾ 25,085 തന്നെ മാർക്കറ്റ് ക്ലോസ് ആവണം. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലെവലുകൾ. നേരെ സ്ട്രൈക്കിലേക്ക് പോകാം. സ്ട്രൈക്കിൽ 25,000 സി ആണ് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത്, 25,200 പി ആണ് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 196 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 227 ഭാഗത്തേക്ക് ആദ്യം, അതായത് എൻ്റെ ടാർഗറ്റ് പ്രൈസസ് ആണ് 196, 227, 246, 263 ഫൈനൽ. അപ്പോൾ 100 പോയിന്റിൻ്റെ മൂവ് വന്നപ്പോൾ തന്നെ 263 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അഡീഷണൽ ലെവലുകളാണ് 280, 297, പിന്നെ 307, 315, പിന്നെ ഉള്ളത് 340. ഇതൊക്കെയാണ് അഡീഷണൽ ആയിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന ലെവലുകൾ. പിന്നെ പിയുടെ ലെവലുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയാൽ മാത്രമാണ് അതിന് പ്രസക്തിയുള്ളൂ. അതായത് മാർക്കറ്റ് ഡൗൺ ഓപ്പണായി അതിനുശേഷം റിവേഴ്സ് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ടാർഗറ്റ് പ്രൈസുകൾ, അതായത് ഈ ഒരു 99 മുകളിലോട്ട് റിട്ടേൺ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 115, 127, ഗ്യാപ്പ് ഫില്ലിങ് 183, ഇതൊക്കെ പതിവ് പോലെ തന്നെ ടാർഗറ്റിലേക്ക് കയറി വരും. അപ്പോൾ RSI 15 മിനിറ്റ്സിൻ്റെ താഴത്ത് പോയി റീക്രോസ് ഓവർ ആയാൽ മാത്രമാണ് പിയിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ. സ്റ്റിൽ മാർക്കറ്റ് സിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് റീക്രോസ് ഓവറായി താഴത്തോട്ട് വരണം. പിന്നെ നോക്കുകയാണെങ്കിൽ 30 മിനിറ്റിൽ RSI അപ്പർ സൈഡാണ്, 15 മിനിറ്റ്സിലേക്ക് മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്, 5 മിനിറ്റിലും മാർക്കറ്റ് അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ കണ്ടിന്യൂവേഷൻ അപ്പ് സൈഡ്, ഇല്ലെങ്കിൽ കൺസോൾട്ടേഷന് ശേഷം പിയിലേക്ക് ഉള്ള മൂവ്മെൻറ്റ്. കൺസോൾട്ടേഷൻ ആണെങ്കിൽ ഞാൻ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ സിയിലേക്ക് തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. നമ്മൾ ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസസിൽ എവിടെ പ്രോഫിറ്റബിൾ ആക്കാൻ നോക്കും എന്നാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ മോർണിംഗ് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ. ഇതാണ് പറയുന്നത്. ഇന്നലത്തെ വ്യൂ പ്രകാരമല്ല, ഇന്ന് 100 പോയിന്റ് മാർക്കറ്റ് മൂവ് പോയപ്പോൾ അതനുസരിച്ചിട്ട് പ്ലാൻ മാറി. അപ്പോൾ ഇത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ വ്യൂ കിട്ടണമെന്നുള്ളവർക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്താൽ ഇത് അപ്ലോഡ് ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. ഒരു ടെലഗ്രാം ചാനലിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. എനിവേ വെയിറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ആവാറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റ് ഈ പറഞ്ഞ പോലെ 100 പോയിൻ്റൊക്കെ അപ്പാണെന്ന് കാണിച്ചാലും അപ്പോൾ പിയിലേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് നോക്കുന്നുണ്ട്. ഇത് ഗ്രീൻ ആയ 125 മുകളിലോട്ട് പോയാൽ ഗ്യാപ്പ് ഫില്ലിങ്. കാരണം ഇതൊരു വീക്ക് ക്യാൻഡിലാണ് പിയുടേത് വീക്ക് ക്യാൻഡിലാണ്. അതുകൊണ്ട് അത് ഗ്രീൻ ആയാൽ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യും. സിയുടേത് 190 മുകളിലോട്ട് പോയാൽ 196 നോക്കും. വീക്കാണെന്ന് പറഞ്ഞാലും പിന്നെ ഡെൽറ്റ വാല്യൂ കുറവാണ്. അപ്പോൾ സിയിൽ 196 കോൺസെൻട്രേഷൻ ചെയ്യാമെന്ന് വിചാരിക്കണം. 195 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. 195, 196 മേളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ പിന്നെ ഉള്ളത് 227 ഭാഗത്തേക്കുള്ളൊരു മൂവാണ്. ഒരു സ്പേസ് കിടക്കുന്നത്. ഓക്കെ, 200 ആയിട്ടുണ്ട്, 202 ആയിട്ടുണ്ട്, 205 ആയിട്ടുണ്ട്. ഇരുന്നൂറ്റി 10 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. 210 കഴിഞ്ഞ് 227. ഈ 196
227 ഇടക്ക് വേറെ റിജക്ഷൻ പോയിന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ആകെയുള്ള റിജക്ഷൻ പോയിന്റ് 211 മാത്രമേ ഉള്ളൂ. 211 ബ്രേക്ക് ചെയ്താൽ പിന്നെ 227 വരെ ഇഴഞ്ഞും വലിഞ്ഞും കയറുമെന്ന് നോക്കും. ഇവിടെ പിയുടെ വരച്ച് വെച്ചിരിക്കുന്ന റെക്ടാങ്കിൾ ബോക്സിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയ എൻ്റെ ലോ വരെ വരണം കണക്കും പ്രകാരം. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് 210 വരെ എന്തായാലും പോയേ പറ്റത്തുള്ളൂ. 210 ബ്രേക്ക് ചെയ്താൽ പിന്നെ 212. അതിൻ്റെ മുകളിൽ സ്റ്റേ ചെയ്ത് പതുക്കെ 227 പോകുമെന്ന് നോക്കണം. പിയുടെ ക്യാൻഡിൽ വീക്കാണ് എന്ന് പറഞ്ഞാലും അത് ഉടനെ ഒന്നും നോക്കുന്നില്ല. 112 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതായിട്ട് ഞാൻ തീരുമാനിക്കുന്നുള്ളൂ. റെക്ടാങ്കിൾ ബോക്സ് ഒക്കെ എടുത്ത് മാറ്റാം. ഞാൻ ലെവലൊക്കെ വരച്ചിട്ട് പിന്നെ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ഒത്തിരി പാട് വിടും. $210 എന്തായാലും സ്പേസ് ഇട്ടിരിക്കുന്ന കുറച്ച് നേരം സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും അങ്ങോട്ട് വരുമോ എന്നൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു റെഡ് ഡോട്ട് ഉണ്ട്, ഹിഡൻ ആണത്. ആ റെഡ് ഡോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് 210 വന്നിരിക്കുന്നത്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള റിജക്ഷൻ പോയിന്റ്, ഒരു ചെറിയ റിജക്ഷൻ പോയിന്റ്, അത് 218 ആണ്. ഈ ഒരു വയലറ്റ് അല്ലെങ്കിൽ ഈ ഒരു യെല്ലോ ലൈനിൻ്റെ ബോർഡർ ലെവലിലാണ് ഇപ്പോൾ 99 എന്നുള്ള റെക്ടാങ്കിൾ ബോക്സിൽ സപ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് അവിടെ റിജക്ഷൻ ആകുന്നത്. 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ അവിടെ കിടന്ന് ഫ്ലക്ച്വേഷനൊക്കെ ചെയ്തിട്ടേ 100 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ടുള്ള മൂവ് എഗെയിൻ 210 പോകത്തുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാർക്കറ്റ് ചിലപ്പോൾ 100 പോയിന്റിൻ്റെ അപ്പൊക്കെ കാണിക്കും. ബട്ട് ചില സമയത്ത് ആ വാല്യൂ അനുസരിച്ചിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും മാർക്കറ്റിൽ ഉണ്ടാവില്ല. മാർക്കറ്റ് 115ൻ്റെ പുറത്തോട്ട് വലിഞ്ഞിട്ടുണ്ട്. ഈ വലിവ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ 127 ഞാൻ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യും. ഒരു 120 മുതൽ 127 വരെ അത്രയും കിട്ടിയാൽ മതി. 120 മുകളിലോട്ട് പോയാലേ കാര്യമുള്ളൂ, അല്ലാതെ അതിലേക്ക് പിയിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യത്തില്ല. കാരണം ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. ആ വൈറ്റ് ഡോട്ട് കവറപ്പ് ചെയ്താലേ 127 മൂവ് കിട്ടത്തുള്ളൂ. കാരണം പിയുടെ ആ ക്യാൻഡിൽ ഒരു ഇത്തിരി വീക്കാണ്. പിയുടെ ക്യാൻഡിൽ വീക്കാണ്. അതുകൊണ്ട് അങ്ങോട്ടുള്ള തിരിച്ചു വലിവ് 112ൻ്റെ മുകളിൽ വന്നു, 115 വന്ന് നിൽക്കുകയാണ്. അപ്പം 120 മുതൽ 127 വരെയുള്ള 7 പോയിന്റ് മൾട്ടിപ്പിൾ ലോട്ടിൽ കോൺസെൻട്രേഷൻ ചെയ്താൽ അത് കിട്ടുമെന്നാണ് അടുത്ത കോൺസെൻട്രേഷൻ. പിന്നെ 127ൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്കായിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ 120 എൻ്റെ ഓർഡർ എക്സിക്യൂട്ടീവ് ആയിട്ടുണ്ട്. 123 പച്ച കത്താറായി. 123, 127, 20 മുതൽ 27 വരെ 7 പോയിന്റ്, 3 ലോട്ടിൽ 21 പോയിന്റ്, 127 കറക്റ്റ് 127.75. അത് വീക്ക് ആയതുകൊണ്ടാണ് മേളിലോട്ട് വന്നിട്ട് ആ വീക്ക് എന്നുള്ള ലെവലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി 128 ബ്രേക്ക് ചെയ്ത ഗ്യാപ്പ് ഫില്ലിങ് കൂടെ കിടപ്പുണ്ട്. പിയിൽ 129 മുകളിലോട്ടുള്ള ഗ്യാപ്പ് ഫില്ലിങ്ങിന് പ്രസക്തിയുള്ളൂ. 5 മിനിറ്റിൽ ചെറിയൊരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അപ്പോൾ പിയിൽ 130 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 135 ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യും. 130 ബ്രേക്ക് ചെയ്താൽ മാത്രം 135 ഫോക്കസ് ചെയ്യും. പിന്നെ ഒരു ടാർഗറ്റ് പിയിൽ ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ളത് 160. ഈ ഒരു ക്യാൻഡിൽ വീക്കാണ്. അപ്പോൾ 130 മുകളിലോട്ടുള്ള മൂവ് കിട്ടിയാൽ മാത്രം, കാരണം ഇവിടെ 1, 2, 3, 4, 5, 6 ക്യാൻഡിലിൻ്റെ ബേസിലാണ് പി സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അത് ബ്രേക്ക് ചെയ്ത് വന്നാൽ SMA മാർക്കറ്റ് ഫാൾ ആവും. അപ്പം അതൊരു സ്ട്രോങ് കൺസോൾട്ടേഷൻ സോണാണ്. ഫേക്ക് ബ്രേക്കൗട്ട് പോലെയൊക്കെ കാണിക്കും. അപ്പം ചുമ്മാ കയറി അങ്ങ് എടുക്കാനായിട്ട് പറ്റില്ല. 130 കവറപ്പ് ചെയ്ത് പോകുമ്പോഴേ CE താഴത്തോട്ട് ഡൗൺ ആയിട്ട്
കൺസിസ്റ്റൻ്റ് ആയിട്ട് താഴത്തോട്ട് വരത്തുള്ളൂ. ആ ഡൗൺ എവിടം വരെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് SMA പിന്നെ വരുന്നത് 137 ആയിരിക്കും. അതേപോലെ 210 എന്നുള്ളൊരു ലെവലും മാർക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ അങ്ങ് തിരിച്ചു വന്നേക്കാം. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫുൾഫില്ല് ചെയ്യാനായിട്ടുള്ളതൊക്കെ ഫുൾഫില്ല് ചെയ്തിട്ടേ മാർക്കറ്റ് അടുത്ത ലെവലിലേക്ക് പോകത്തുള്ളൂ. RSI ക്രോസ് ഓവർ ചെയ്ത് പിയിലേക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്. അത് ഗ്രീനിലേക്കും കൂടെ കയറി കഴിഞ്ഞാൽ 30, 35, SMA 65 ഭാഗത്തേക്കായിരിക്കും പി മൂവ് ചെയ്യണത്. SMA ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നിരിക്കുകയാണ്. ഇനി പിയുടെ ഒരു സപ്പോർട്ട് സോൺ ഉള്ളത് 144 SMA സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. പിൻബാർ ആണോ ഷൂട്ടിംഗ് സ്റ്റാർ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ RSI മാത്രം നോക്കി ട്രേഡ് ചെയ്തിട്ട് ഇപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, RSI മാത്രം നോക്കി ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് കൺഫർമേഷൻസ് ഒരുപാട് എടുക്കാറുണ്ട്. ഒന്നിൽ കൂടുതൽ കൺഫർമേഷൻസ് വേണം. ചുമ്മാ RSI മാത്രം വെച്ചിട്ട് നമുക്കൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. RSI അനുകൂലമായിരിക്കണം, ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ അനുകൂലമായിരിക്കണം, അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് പുറത്ത് നിൽക്കുന്നതിന് പ്രാധാന്യം ഉണ്ടാവണം. അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഉടനെ എന്തായാലും ഒരു ബ്രേക്കൗട്ടൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ 2 SMA കൂടെ ഒന്ന് ടാലി ആവണം. ഈ ഞാൻ പണ്ട് പറയുന്നൊരു ഉദാഹരണമാണ് ബോട്ട് ജെട്ടിയിൽ ഒരു ബോട്ട് അടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ടിലെ ആളുകൾക്ക് ഇപ്പുറത്തെ ബോട്ടിട്ട് കയറണം. അപ്പോൾ ഇത് ജെട്ടിയിൽ കെട്ടിയിട്ടേക്കുവാണ്. അപ്പോൾ ഇനി ഈ യെല്ലോ ലൈനിലേക്കും കൂടെ ക്യാൻഡിലൊന്ന് മുട്ടണം. അപ്പോൾ അതായത് ഒരു ജെട്ടി എന്ന് പറഞ്ഞാൽ ഇത് ജെട്ടി പാലമാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈ നടുക്ക് കാണുന്ന ഒരു പാലമാണ്. ഇത് ഇടത്തേ സൈഡ് ജെട്ടി. അവിടെ ബോട്ട് ഓൾറെഡി അടുത്തിട്ടുണ്ട്. അപ്പോൾ SMA കയറിട്ട് ബോട്ടിനെ കെട്ടിയിട്ടേക്കുവാണ്. അപ്പോൾ ഇപ്പുറത്ത് ബോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും ഒന്ന് കെട്ടി യോജിപ്പിച്ചിട്ട് ആ ബോട്ടിട്ട് ഈ ബോട്ടിട്ട് ആളുകളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കയറിയിട്ടായിരിക്കും അടുത്ത ബോട്ടിൻ്റെ യാത്ര തുടങ്ങണത്. അതുവരെ ക്ഷമയോട് കൂടി കാത്തിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിയിൽ 130 മുകളിലോട്ടൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് 141 ചെല്ലുമോ എന്നുള്ള കാര്യങ്ങൾ മാത്രം നോക്കേണ്ടതായിട്ടുള്ളൂ. 130 ബ്രേക്ക് ചെയ്ത് 135 കൂടെ ഒന്ന് കവറപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ 141 SMA മൂവ്മെൻ്റ് ആയിരിക്കും വരുന്നത്. 130 ബ്രേക്ക് ചെയ്ത് 35 കൂടെ ബ്രേക്ക് ചെയ്താൽ SMA തട്ടി വിക്ക് വന്ന് ഹിറ്റ് ചെയ്യുന്ന സ്ഥലം 144 ആയിരിക്കും. 129, 130, 132, 141 144.30 പോയി വിക്കടിച്ച് നിൽക്കണം. അപ്പം സീൽ എവിടം വരെ വരും? സീല് 144. അപ്പം സീല് 144 വരുമ്പോൾ പിയിൽ 144 ചെല്ലണം കണക്കും പ്രകാരം. കാരണം രണ്ടും ഒരേ ഡെൽറ്റ വാല്യൂ ഉള്ളതാണ്. ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണെങ്കിൽ ആ രീതിയിൽ ചിലപ്പോൾ മാർക്കറ്റ് ബിഹേവ് ചെയ്യാം. 144 വന്നിട്ട് സി ടച്ച് ചെയ്യുമ്പോൾ പി 144 പോയി ടച്ച് ചെയ്യും. 10 മണിക്ക് എത്തണമെന്നുള്ളതാണ് കണക്ക്. 10 മണിക്ക് 10:15 ബോട്ട് ജെട്ടിയിൽ നിന്ന് വിടാനായിട്ടുള്ളതാണ്. 9:55 മുതൽ 10:06 ഈ സമയത്തിനിടയ്ക്ക് SMA ഏതെങ്കിലും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിൽക്കുകയാണെങ്കിൽ മുട്ടുക എന്നുള്ളത് മുമ്പ് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. അതായത് 9:55 10:06 ഇടയ്ക്ക്. അത് ചിലപ്പോൾ 10 മണിക്കാവാം, ചിലപ്പോൾ 10:02 ചിലപ്പോൾ 10:05 മുമ്പ് 10 മണിക്ക് ഇങ്ങനത്തെ ഒരു സിനാരിയോ മെജോറിറ്റി വന്ന് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് രണ്ടും കറക്റ്റായിട്ട് ടാലി ആയിട്ട് മുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. 9:58 കറക്റ്റ് നോക്കിയേ. 144 സി വന്നു, 144 പിയും പോയി. അപ്പോൾ 9:59 ആയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് ഇതിൻ്റെ ഹൈ പോയിരിക്കുന്നത് 141.90. കറക്റ്റ് SMA ടച്ച് ചെയ്തിട്ടില്ല, എന്നാലും ഏറെക്കുറെ ഉറപ്പിക്കാം. പിന്നെ ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ 144.30 ആണ്. ആ ഭാഗം ഏകദേശമൊക്കെ 100% മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ലെവൽ തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. RSI ഓൾറെഡി
അപ്പറിലേക്ക് വന്നിട്ടുമുണ്ട്. വെയിറ്റ് ചെയ്യാം. അപ്പോൾ 100% മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി 144 ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് 165 ആണ്. RSI അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നു. ഇനി അത് ക്രോസ് ഓവർ ആയി വന്നാൽ മാത്രമാണ് സിയിലേക്ക് ഇനി കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി 137 എന്നുള്ള ഒരു ലെവലിലേക്ക് സി എത്താനായിട്ടുണ്ട്. 137 കൺസോളേഷൻ സോണിലേക്ക് സി എത്താനായിട്ടുണ്ട്. RSI ഓൾറെഡി പീക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ആദ്യത്തെ കണക്കും പ്രകാരം 144 100% ഉറപ്പുള്ള സ്ഥലം എത്തിയിട്ടുണ്ടല്ലോ. അതേ 100% വാല്യൂ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് 144. അപ്പോൾ അത് എങ്ങനെ എത്തണം? 137 ഭാഗത്തേക്ക് സി എത്തുമ്പോഴാണ് 165 ഭാഗത്തേക്ക് പി എത്തത്തുള്ളൂ. അത് ഈ RSI മേളിൽ പോയി ക്രോസ് ഓവർ ആകുമ്പോൾ എത്താനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഇത് ഡോജി ക്യാൻഡിലായാൽ നെക്സ്റ്റ് ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ പിന്നെ 165 നോക്കിയാൽ മതി. ഇനിയിപ്പോൾ അടുത്ത ഡയറക്ഷൻ ഈ ഭാഗത്തു നിന്നാണ് ചേഞ്ച് ആവണേ. ബോട്ട് പരസ്പരമൊക്കെ അടുത്ത് ഇനി അടുത്ത യാത്ര മാർക്കറ്റ് ഇവിടെ നിന്ന് തുടങ്ങാനായിട്ട് പോവുകയാണ്. SMA ടച്ച് ചെയ്തു, എല്ലാം ഭംഗിയായിട്ട് കലാശിച്ചു. 167 മേളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് RSI അനുകൂലമായിട്ട് വന്ന് 180 മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ 210 കോൺസെൻട്രേഷൻ ചെയ്യും. അതാണ് എൻ്റെ സിയിലടുത്ത വ്യൂ. പിയിൽ നിൽക്കുന്ന ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത 165 ഭാഗത്തേക്കുള്ള ഒരു മൂവും കൂടെ ഫുൾഫിൽ ചെയ്യാനായിട്ടുണ്ട്. അതും കൂടെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ RSIയിൽ സിയിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിൽ വീക്കാണ്, ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്യാൻഡിൽ നിൽക്കുന്നത്. അത് എപ്പോഴാണ് ആ ഒരു മൂവ്മെൻറ്റിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 157 ഒന്ന് കവറപ്പ് ചെയ്യണം. 57 റിജക്ഷൻ പോയിന്റ്. പിന്നെ ഒരു ആവറേജിങ് കൺസെപ്റ്റിൽ ഒരു ലോട്ട് എടുത്തിട്ട് ഹോൾഡ് ചെയ്യുക. എന്താ സംഭവിക്കണമെന്ന് നോക്കാം. ആവറേജിങ് കൺസെപ്റ്റിൽ ഒരു ലോട്ട് എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ടാർഗറ്റ് 162, 167, 162 അതൊക്കെ ഏകദേശം 100% അക്യുറസി ഉള്ള ഏരിയാസാണ്. 162.65 100.1% ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം അത് 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ബാക്കിയുള്ളവരത് വിശ്വസിക്കില്ല എന്നുള്ളത് എനിക്കറിയില്ല. 161.55 നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. റെഡ് വരും, റെഡ് വന്നിട്ടൊക്കെ കയറി പോകത്തുള്ളൂ. ഓക്കെ, 162.85 കൺഫേം ആയിട്ടുള്ള മൂവ്മെൻറ്റ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ്, അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു 80% മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ 2023 മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ. കൺസിസ്റ്റൻ്റായിട്ട്
പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.